ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്യൂസ്മാനിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ക്യൂസിൻ്റെ 3-ാം ഭാഗമാണ്. സാമൂഹ്യശാസ്ത്ര ക്യൂസുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം അമർത്യ സെൻ. അടുത്ത ചോദ്യം, ലോകത്ത് ഏറ്റവും അധികം സ്റ്റാമ്പുകളിൽ അച്ചടിക്കപ്പെട്ട മഹത് വ്യക്തി ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം ബ്രഹ്മപുത്ര. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഏഷ്യൻ രാജ്യം ഏത്? ഉത്തരം ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, സീസ്മോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം ഭൂകമ്പം. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങൾ എന്ന ആശയം ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ സ്വീകരിച്ചത്? ഉത്തരം അമേരിക്ക. അടുത്ത ചോദ്യം, കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? ഉത്തരം അനിമോമീറ്റർ. 9-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി? ഉത്തരം പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം, ഇന്ത്യക്കാരിൽ ദേശീയബോധം വളർത്താൻ സഹായിച്ച ഗ്രാമീണ ജീവിതം എന്ന ചിത്രം ആരുടേതാണ്? ഉത്തരം അമൃത ഷെർഗിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രായം ചെന്ന പർവ്വതനിര ഏത്? ഉത്തരം ആരവല്ലി പർവ്വതം. അടുത്ത ചോദ്യം, 2-ാം ലോക മഹായുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് UNO നിലവിൽ വന്ന വർഷം, മാസം, തീയതി? ഉത്തരം 1945 ഒക്ടോബർ 24. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഭാഗം 4A. അടുത്ത ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരം ഉത്തരായന രേഖ. അടുത്ത ചോദ്യം, നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ജഗദീപ് ധൻഖർ. അടുത്ത ചോദ്യം, കണ്ടൽ കാടുകളിലൂടെ എൻ്റെ ജീവിതം, ഇത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം കല്ലൻ പൊക്കുടൻ. അടുത്ത ചോദ്യം, നവീന ശിലായുഗ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആര്? ഗോൾഡൻ ചൈൽഡ്. അടുത്ത ചോദ്യം, ഗ്രാനൈറ്റ്, ആഗ്നേയശില, മാർബിൾ, ഡാഷ്? ഉത്തരം കായാന്തരിത ശില. അടുത്ത ചോദ്യം, നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലയുള്ള കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണ്? ഉത്തരം സർവേ ഓഫ് ഇന്ത്യ. അവസാനത്തെ ചോദ്യം,
ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം ആഡം സ്മിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത ഭാഗവുമായി ഈ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.